മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിലെത്രയും സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ഈ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിനമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയാൽ എല്ലാം ഭംഗിയായും സുന്ദരമായും പോകാനായിട്ട് ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഈ പ്രഭാത വിരുന്ന് ആരംഭിക്കുമ്പോഴേക്കും, ശുശ്രൂഷ ആരംഭിക്കുമ്പോഴേക്കും പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ സഹായം അപേക്ഷിച്ചുകൊണ്ട് നമുക്കിന്ന് ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കാം. കാരണം പരിശുദ്ധ അമ്മയാണല്ലോ നമ്മുടെ വലിയൊരു കൃപയുടെ സ്രോതസ്സായിട്ട് നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നത്. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഇന്ന് ഈ ഒരു ശുശ്രൂഷയിലൂടെ നമ്മളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, പരിശുദ്ധമ്മയുടെ സഹായത്തോടൊപ്പം തന്നെ നമ്മൾ വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായിട്ടുള്ള ഒരു മാധ്യസ്ഥ സഹായം നമ്മൾ അപേക്ഷിക്കണം. കാരണം പരിശുദ്ധാത്മാവാണ് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത്. വചനത്തെ കൂടുതൽ ഗ്രഹിക്കാൻ വേണ്ടി, കാര്യമായി അറിയാൻ വേണ്ടി നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഇടപെടൽ ഈ വചന ശുശ്രൂഷയിൽ നമ്മുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ഈ വചനം കേട്ട് നമ്മൾ ചെറിയൊരു വിചിന്തനത്തിലൂടെ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോഴേക്കും ഒരു നിയോഗം നമ്മൾ വെക്കുന്നത് ഇന്നത്തെ വചനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. കാരണം മറ്റുള്ളവരുടെ സന്തോഷത്തെ, മറ്റുള്ളവരുടെ നന്മയെ കരുതാത്തതായിട്ട് ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ പ്രത്യേകമായിട്ടൊന്ന് സമർപ്പിക്കുക. അതാണ് നമ്മുടെ നിയോഗം. ആവർത്തിക്കുകയാണ്, നമ്മുടെ ഇടയിൽ, നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ പരിചയത്തിൽ, നിങ്ങളുടെ വീട്ടിലോ എവിടെ ആയിക്കോട്ടെ, മറ്റുള്ളവരുടെ നന്മയെ കരുതാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ശുശ്രൂഷയിൽ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വചനത്തിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ വചനഭാഗം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വിചിന്തനത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വചനം വായിക്കുകയാണ്. ഇങ്ങനെയാണ് വചനം: ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കേണ്ടവരാണ്. നമ്മെ തന്നെ പ്രീതിപ്പെടുത്താനല്ല, നാം ഓരോരുത്തരും അയൽക്കാരൻ്റെ നന്മയെ ഉദ്ദേശിച്ച് അവൻ്റെ
ഉത്കർഷത്തിനായി അവനെ പ്രീതിപ്പെടുത്തണം. എന്തെന്നാൽ ക്രിസ്തുവും തന്നെ തന്നെ പ്രീതിപ്പെടുത്തിയില്ല. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, അങ്ങയെ അധിക്ഷേപിച്ചവരുടെ അധിക്ഷേപങ്ങൾ എൻ്റെ മേൽ പതിച്ചു. പ്രിയമുള്ളവരെ, ഈ ഒരു വചനം റോമാക്കാർക്കുള്ള ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കേട്ടത്. അതിൽ നാം വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോഴേക്കും മറ്റുള്ളവരുടെ നന്മയിൽ, സന്തോഷത്തിൽ നമ്മൾ ഒന്ന് ഉത്സുകരാകണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഈ വചനം നമുക്ക് നൽകുന്നുണ്ട്. കാരണം ക്രിസ്തുവും അങ്ങനെ തന്നെ ആയിരുന്നു പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു വചനം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം വേറെ ഒന്നുമല്ല, കഴിഞ്ഞിടക്ക് കുറച്ച് നാൾ മുമ്പ് കണ്ട ഒരു ചെറിയൊരു വീഡിയോയാണ് ഈ ഒരു വചനം തിരഞ്ഞെടുക്കാൻ കാരണമായത്. മറ്റുള്ളവരുടെ സന്തോഷത്തിന് നാം കാരണക്കാരാകണം എന്നാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ പറയുന്നത് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ. അങ്ങനെ ഞാൻ ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ മെയിൻ കണ്ടന്റ് ഇങ്ങനെയായിരുന്നു, ഒരു ലെറ്റർ ഇങ്ങനെയായിരുന്നു: ബി ദ റീസൺ ബിഹൈൻഡ് സമ്മൺസ് സ്മൈൽ. ബി ദ റീസൺ ബിഹൈൻഡ് സമ്മൺസ് സ്മൈൽ. മറ്റുള്ളവരുടെ സന്തോഷത്തിന് നീ ഒരു കാരണമാകുക. ഇതൊരു വളരെ ചലഞ്ചിങ് എന്ന് വെച്ചാൽ വെല്ലുവിളിയുള്ള ഒരു ചിന്തയാണിത്. കാരണം ഈ ഒരു കാലഘട്ടത്ത് നമ്മൾ നമ്മളുടെ തന്നെ സന്തോഷത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോഴേക്കും ബി ദ റീസൺ ബിഹൈൻഡ് സമ്മൺ സ്മൈൽ എന്ന് പറയുമ്പോൾ, അതായത് മറ്റുള്ളവരെ സന്തോഷത്തിന് ഞാനൊരു കാരണമാകുക എന്ന് പറഞ്ഞാൽ അതൊരു വെല്ലുവിളിയാണ്, ചലഞ്ചിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യമായിട്ടൊക്കെ ചിന്തിക്കണം, നല്ലതായിട്ട് ഈ ഒരു ചിന്ത, മറ്റുള്ളവരെ സന്തോഷത്തിന് ഞാൻ കാരണമാണ്. ഇങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം നേരത്തെ പറഞ്ഞത്, ഒരു ചെറിയൊരു 1-2 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു ചെറിയൊരു വീഡിയോ. ആ വീഡിയോ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഒരു വലിയൊരു ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിൻ്റെ പുറഭാഗം അവർ ചില്ല് കൊണ്ടാണ് മോടി പിടിപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ അകത്തുനിന്ന് നോക്കിയാൽ ചില്ലിലൂടെ പുറത്ത് നടക്കണ എല്ലാം കാണാം. അങ്ങനെ അവിടെ താമസിക്കുന്നത് ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ച കുറേ കുട്ടികളാണ്. ആ രോഗത്തിൻ്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കും അവർക്ക്, കുട്ടികൾക്ക് മുടിയൊന്നുമില്ല, അങ്ങനെ ഒരു വല്ലാത്തൊരു ഒരു രൂപം കുട്ടികൾ. അപ്പോൾ കുട്ടികൾ ആ മുറിയിൽ ഇങ്ങനെ വല്ലാതെ സംസാരിച്ചും കളിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ ചില്ലുകൊണ്ടുള്ള ആ ഭാഗം പുറത്ത് നിന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു ചേട്ടൻ, അത് പൊക്കത്തു നിന്ന് തൂങ്ങിക്കിടന്ന് കയറിൽ ഈ ബിൽഡിങ്ങിൻ്റെ പുറത്ത് നിന്ന് ആ ചില്ലെല്ലാം ഈ അതിൻ്റെ ലിക്വിഡ് ഒഴിച്ച് പത വരുന്ന രീതിയിൽ അത് കഴുകുകയാണ്. അപ്പോഴേക്കുള്ളൊരു രസകരമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞത്, നമ്മളെ ആകർഷിക്കുന്ന ഒരു കാഴ്ച, ഇദ്ദേഹം ഇങ്ങനെ ഈ പതയുണ്ട്, ക്ലീൻ ചെയ്യില്ല, ആ ലിക്വിഡിൻ്റെ പതയുണ്ട്. അങ്ങനെ പത ഉള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടികൾ വളരെ ആകാംക്ഷയോടെ വന്ന് കാണുന്നുണ്ട്, ഇദ്ദേഹം ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കാണുകയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം, ഇപ്പോൾ ഓരോ കുട്ടിയുടെ മുഖം വരുമ്പോഴേക്കും ആ കുട്ടിയുടെ മുഖത്ത് ഈ പുറത്ത് നിന്ന് പത കൊണ്ട് മീശയുണ്ടാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഇവരെ ബാക്കിൽ നിർത്തി ആ മീശയുള്ള കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ആ കുട്ടിയെ തന്നെ കാണിക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഫോട്ടോയിൽ ഇവർ ചിരിച്ചു നിൽക്കുന്നു, ചില്ലിൽ പുറത്ത് നിന്ന് ആ മീശ കാണിക്കുന്നു, വെള്ള മീശ. കുട്ടി ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ അടുത്ത കുട്ടി വന്നപ്പോഴേക്കും കുട്ടിക്ക് മീശയ്ക്ക് പകരം വേറൊരു കുട്ടിക്ക് അദ്ദേഹം പത കൊണ്ട് പുറത്ത് നിന്ന് താടി ഉണ്ടാക്കി വെച്ചു. അദ്ദേഹത്തിൻ്റെ ആ വസ്തുക്കൾ കൊണ്ട് താടി ഉണ്ടാക്കിയിട്ട് ഫോട്ടോ എടുക്കുന്നു, ആ കുട്ടിയെ കാണിക്കുന്നു. അവർക്ക് സന്തോഷമാകുന്നു, ഭയങ്കര ചിരിയാണ്. അത്ര നേരം ശോകമായിട്ടിരുന്ന കുട്ടികൾ ഈ കാഴ്ച കണ്ടപ്പോഴേക്കും ഭയങ്കര ചിരിയാണ്. അപ്പം ഓർക്കണം, അദ്ദേഹം പുറത്തു നിന്ന് തൂങ്ങിക്കിടന്നിട്ടാണ് ഇതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ അടുത്ത കുട്ടിക്ക് വരുമ്പോഴേക്കും, ഒരു ആൺകുട്ടിക്ക് ആണ് തോന്നുന്നു, അദ്ദേഹം മുടി വരച്ചു കൊടുക്കുന്നു, പത കൊണ്ട് മുടി വരച്ചു കൊടുക്കുന്നു. ഒരാൾ തൂങ്ങിക്കിടന്നുകൊണ്ട് ആ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും സന്തോഷം. അവർക്ക് പത കൊണ്ട് മീശ വെച്ച് കൊടുക്കുന്നു, പത കൊണ്ട് താടി വെച്ച് കൊടുക്കുന്നു, പത കൊണ്ട് മുടി വെച്ച് കൊടുക്കുന്നു. വളരെ സന്തോഷകരമായിട്ടൊരു കാഴ്ച. എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണ് ഈ കാര്യത്തിൽ, എല്ലാവരും ഹാപ്പിയാണ്. അദ്ദേഹം ടാറ്റ പറഞ്ഞു പോവുകയാണ്.
ആ കുട്ടികളെല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട്. പക്ഷേ അദ്ദേഹം തൂങ്ങിക്കിടന്നുകൊണ്ടാണ് ആ കുട്ടികളെ സന്തോഷിപ്പിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. കാരണം സ്ട്രെയിനാണ്. ഒരു ഇത്രയും വലിയ ബിൽഡിങ്ങിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് കുട്ടികളെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ വളരെ രസകരമായ കാര്യമല്ലേ. അപ്പോൾ കുട്ടികൾ ടാറ്റയും പറഞ്ഞ് പോകുമ്പോഴേക്കും അടുത്ത ദിവസം അതിലും ഇൻട്രസ്റ്റഡ് ആണ്. അടുത്ത ദിവസം അദ്ദേഹം കൂടുതൽ തയ്യാറോടുകൂടിയാണ് വരുന്നത്. കാരണം എങ്ങനെ ആ കുട്ടികളെ കൂടുതൽ സന്തോഷിപ്പിക്കാം എന്നുള്ള ചിന്തയോടുകൂടി അടുത്ത ദിവസം അദ്ദേഹം കയറിൽ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ ഇറങ്ങുമ്പോഴേക്കും കുട്ടികൾ കാണുന്ന കാഴ്ച, അദ്ദേഹം ഒരു സ്പൈഡർമാൻ്റെ ചുമപ്പും നീലയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ സിനിമയിലെ കണ്ടിട്ടില്ലേ. അപ്പോൾ ആ സിനിമയിൽ കാണുന്ന പോലെ അദ്ദേഹം ഇങ്ങനെ കയറിൽ ഇങ്ങനെ തൂങ്ങി സ്പൈഡർമാനെ പോലെ ഇറങ്ങി കുട്ടികളുടെ മുൻപിലേക്ക് വന്നിട്ട് കുട്ടികളെ സന്തോഷിപ്പിക്കാനായിട്ട് അദ്ദേഹം വളരെ വലിയ ചേഷ്ടകൾ ഇങ്ങനെ ആക്ഷനുകളൊക്കെ ഇങ്ങനെ കാണിക്കണേ. കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം അതുങ്ങൾ ഒരുപക്ഷെ ആശുപത്രിയിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും ചിലപ്പോൾ കാണില്ലായിരിക്കാം, അല്ല ഇങ്ങനെ വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് നിങ്ങൾ കാണും. കാരണം ഒരാൾ പുറത്ത് ഇങ്ങനെ കയറിൽ തൂങ്ങി ഇറങ്ങി വന്ന് കുട്ടികളെ സന്തോഷിപ്പിക്കാനായിട്ട് ഇങ്ങനെ ചില ആക്ഷനൊക്കെ സ്പൈഡർമാൻ്റെ കാണിക്കുമ്പോഴേക്കും കുട്ടികൾ എന്തോ ഒരു എക്സൈറ്റഡ്, വളരെ ചിരിയും കളിയും, അവർ രോഗാവസ്ഥയിലാണെന്ന് പോലും മറന്ന് വളരെ ഒരു എൻജോയ്മെൻറ്റ്, വളരെ സന്തോഷത്താൽ കാര്യങ്ങൾ കുട്ടികൾ അവിടെ കാണുകയും ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച. ഇത്രയുള്ള ആ ഒരു ചെറിയ 1-2 മിനിറ്റ് മാത്രമേ ആ ഒരു വീഡിയോ. പക്ഷേ എന്ത് വലിയൊരു മെസ്സേജാണ് ആ വീഡിയോ നമുക്ക് നൽകുന്നത്. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മളെന്തോരം മുൻഗണന നൽകുന്നുണ്ട്. ബി ദ റീസൺ ബിഹൈൻഡ് സമ്മൺസ് സ്മൈൽ. മറ്റുള്ളവരുടെ സന്തോഷത്തിന് ഞാൻ എന്തോരം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, ഞാൻ എന്തോരം കരുതുന്നുണ്ട്. മറ്റുള്ളവരെ സന്തോഷം, ഇവിടെ സ്മൈൽ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ ചിരിക്ക്, മറ്റുള്ള ആനന്ദത്തിന്, അവരെ ഹാപ്പിനെസ്സിന്, സന്തോഷത്തിന് എത്രത്തോളം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ചലഞ്ചിങ് നമുക്ക് നൽകുന്നുണ്ട്. ആ മനുഷ്യൻ കയറിൽ തൂങ്ങി കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത്ര വലിയ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ചെയ്യുമ്പോഴേക്കും വിത്തൗട്ട് എനി കോസ്റ്റ്, അല്ലേ, പ്രത്യേകം പ്രതിഫലങ്ങളൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം ചെയ്യുന്നു, പ്ലസ് അതിൻ്റെ ഒപ്പം കുട്ടികൾക്ക് ഒരു സന്തോഷം നൽകുന്നു. പ്രിയമുള്ളവരെ, ഇതൊരു ചലഞ്ചിങ് ആണ്. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ചലഞ്ചാണ്. കാരണം നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാൻ വല്ലാതെ കിണഞ്ഞ് പരിശ്രമിക്കുന്ന കാലഘട്ടമാണിത്. അപ്പോഴേക്കും അതുപോലും പലപ്പോഴും നമ്മളെപ്പോലും സംതൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ, അവരുടെ ചിരിയിൽ, അവരുടെ ആനന്ദത്തിൽ നമ്മൾ എങ്ങനെ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റും? ചലഞ്ചിങ് ആണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയും പൗലോസ് അപ്പോസ്തലൻ്റെ ഈ ഒരു ലേഖനവും പ്രിയമുള്ളവരെ നമ്മൾ വല്ലാതെ ചലഞ്ചിങ് ആക്കട്ടെ. കാരണം മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമുക്കും ചെറിയൊരു റോളുണ്ട് എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവം തമ്പുരാൻ എനിക്ക് ജന്മം നൽകിയത് എനിക്ക് വേണ്ടി മാത്രമല്ലെന്ന് ഓർമ്മ വേണം നമുക്ക്. എനിക്കൊരു ജന്മം നൽകിയേക്കുന്നത് അതെനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി കൂടിയാണ് നിന്നെ ദൈവം തമ്പുരാൻ ജനിപ്പിച്ചിരിക്കുന്നതെന്ന ഒരു ചിന്ത എപ്പോഴും നല്ലതായിരിക്കും. അത് നമ്മളെ മറ്റുള്ളവരെ സന്തോഷത്തിന് കാരണമാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഇതിന് ഏറ്റവും ബെസ്റ്റ് ഒരു ഉദാഹരണം, ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പറയാൻ പറ്റുന്നത്, നമുക്ക് എത്രയും സുപരിചിതയായ നമ്മുടെ വിശുദ്ധ മദർ തെരേസയാണ്. മദർ തെരേസയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മദർ തെരേസയുടെ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോഴേക്കും, മദർ തെരേസയുമായിട്ട് പരിചയമുണ്ടായിരുന്ന ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ കേൾക്കുമ്പോഴേക്കും കാണുമ്പോഴേക്കും പറയുക, മദർ തെരേസ മറ്റുള്ളവരെ ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള അവസരം മദർ ഒരുക്കി കൊടുത്തു എന്നതാണ് മദറിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പോയിന്റ്. അദ്ദേഹം നമ്മളൊരു കണക്കെടുക്കുമ്പോഴേക്കും വായിക്കുമ്പോഴേക്കും കിട്ടുന്നത് ഏകദേശം 40,000-ഓളം പേരെ മദർ ചുമന്നുകൊണ്ട് തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഹൗസിൽ കൊണ്ടുവന്ന് അവരെ പരിചരിച്ചു.
അവരെ വേദനകൾ മറന്ന് അവരെ ചിരിച്ചുകൊണ്ട് മരിക്കാനായിട്ട് മദർ സഹായിച്ചു അവരെ. അല്ലേ? 40,000 പേരെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഖ്യ അല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈശോ പറയുക, നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല ജീവിക്കേണ്ടത്, മറ്റുള്ളവരുടെ സന്തോഷത്തിനും നിങ്ങൾ കാരണമാകണം. അത് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ മദർ തെരേസ പഠിപ്പിക്കുന്നുണ്ട്, ഈ ഷോർട്ട് ഫിലിം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണം നമ്മൾ കുടുംബത്തിലേക്കൊക്കെ പോവുക, വീട്ടിലേക്കൊക്കെ പോവുക. 5ഉം 4ഉം 3ഉം ഒക്കെ അംഗങ്ങളുള്ള കുടുംബങ്ങളിൽ നമ്മൾ സ്വാർത്ഥരാകാതെ എൻ്റെ കൂടെയുള്ളവൻ്റെ സന്തോഷവും അറിഞ്ഞ് അതനുസരിച്ച് പെരുമാറാൻ, ജീവിക്കാൻ, സംസാരിക്കാൻ, വാക്കുകൾ ഉപയോഗിക്കാൻ നമുക്ക് പറ്റുമ്പോഴാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിലും നമ്മൾ കാരണമാകുന്നത്. പറ്റട്ടെ എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വചനം ചുരുക്കാം. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ജീവിക്കാൻ ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ ഈ ദിവസത്തെ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ഇന്നീ കേട്ട വചനം അത് കൂടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമല്ല മുൻഗണന നൽകേണ്ടത്, മറ്റുള്ളവരുടെ സന്തോഷത്തിലും ഞാൻ പങ്കാളിയാകേണ്ടതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ വിചിന്തനം ഞങ്ങളെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ചിന്തിക്കാനായിട്ടും ജീവിക്കാനായിട്ടും ഞങ്ങൾക്ക് പ്രചോദനവും നൽകുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച്, വളരെ പ്രത്യേകിച്ച് ഈ ഒരു പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോഴേക്കും സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കൂടെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി ഈ വചനത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്നും, വളരെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ വിശുദ്ധ ഔസപിതാവിൻ്റെ വലിയ സംരക്ഷണവും എല്ലാ സ്വർഗവാസികളും സകല വിശുദ്ധരും അതുപോലെ കാവൽ മാലാഖമാർ, നമ്മുടെ പേരിലുള്ള മാലാഖമാർ, അതുപോലെ തന്നെ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥൻ, നമ്മുടെ നാമത്തിലുള്ള സ്വർഗീയ മധ്യസ്ഥൻ, നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെ മധ്യസ്ഥൻ, അങ്ങനെ എല്ലാവരെയും പ്രത്യേക സംരക്ഷണവും പരിപാലനവും വളരെ പ്രത്യേകിച്ച് ഞങ്ങൾ നിയോഗം വെക്കുന്നത് പോലെ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ഞങ്ങൾക്ക് കാരണമാകാൻ കഴിയണമേ എന്ന് ഞങ്ങൾ ശക്തമായി ഇവരെല്ലാവരെയും മാധ്യസ്ഥത്താൽ സർവശക്തനായ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ.
കഴിവുകളും നാഥനു വേണ്ടി നൽകാം. കണ്ണും നിന്ദയും അഴകും ശക്തിയുമെല്ലാം ദൈവം നിൻ ദൈവം കരുണയുടേകിയതല്ലേ. അവനിൽ ഓരോ ദിനവും അവനുടെ നാമം പാടാം. അവനിൽ അവനെ കാണാമെന്നും അവനെ പിന്തുടരാം. ഗമ ഗമ മ മ മ മ രി ഗ രി ഗ ഗ ഗ ഗ ഗ ഗ ഗ സരി സരി രി 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 മ ഗ സ സ സ. സോദരൻ തൻ കണ്ണീരൊപ്പാൻ നിന്റെ കൈകൾ ഉയർത്തും നേരം കരുണയുള്ളവൻ ഈശോനാഥൻ നിൻ കണ്ണീരൊപ്പും. സോദരൻ തൻ കണ്ണീരൊപ്പാൻ നിന്റെ കൈകൾ ഉയർത്തും നേരം കരുണയുള്ളവൻ ഈശോനാഥൻ നിൻ കണ്ണീരൊപ്പും. യുവജനമേ യുവജനമേ യേശുവിലൊന്നായി ചേരാം. അറിവുകളും കഴിവുകളും നാഥനു വേണ്ടി നൽകാം. ഹൃദയം നിറകവിയും സ്നേഹം പകർന്നു നൽകാം. ഇരുളിൽ വീണുഴലും മനുജനു മാതൃകയാവാം. സ്നേഹമുള്ളവരെ, നമ്മൾ പ്രഭാത വിരുന്നിൻ്റെ അവസാന ശുശ്രൂഷ സമയത്തിലേക്ക് വരുമ്പോൾ നമുക്കൊന്ന് ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. കാരണം കർത്താവിൻ്റെ ആശീർവാദം നമ്മളെ വളരെ ശക്തമായിട്ട് ഇന്നേ ദിവസം മുന്നോട്ട് പോകാൻ നമ്മളെ ബലപ്പെടുത്തും. പരിശുദ്ധ പിതാവിൻ്റെയും അതുപോലെ തന്നെ കാർഡിനാൾമാർ, മെത്രാന്മാർ, പുരോഹിതർ, വളരെ പ്രത്യേകിച്ച് സന്യാസികൾ എല്ലാ അൽമായരോടും ചേർന്നുകൊണ്ട് എന്നിൽ നിഷിദ്ധമായിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ നമുക്ക് ആശീർവാദം സ്വീകരിക്കാൻ, ആശീർവാദം നമ്മൾ കൂടുതൽ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുന്ന് ചേർന്ന് ആശീർവാദം സ്വീകരിക്കാം.
കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകാം. ഇന്ന് ഈ ദിവസം ആരംഭിക്കുമ്പോഴേക്കും നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം, മരിയൻ കൂടാരത്തിൽ നമുക്ക് വേണ്ടി ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ നമുക്കും പരസ്പരം ജപമാല ചൊല്ലി ശക്തിപ്പെട്ട്, പ്രത്യേകിച്ച് പ്രഭാത വിരുന്നിലൂടെ ഗുഡ്നസ് ടിവിയിലൂടെ പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ടു പോകാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.